ഞങ്ങളെന്നാലും ബോർഡറിനകത്തേക്ക് കടന്നു. വെൽക്കം ടു ബംഗ്ലാദേശ് എന്ന് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന ബോർഡിന് അപ്പുറത്തേക്ക് ബംഗ്ലാദേശാണ്. നമുക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റില്ല. എന്തായാലും ഇന്ത്യ ബംഗ്ലാദേശ് ഫ്രണ്ട്ഷിപ്പ് ഗേറ്റ് ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. വെൽക്കം ടു ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്. കണ്ടോ എത്ര ലോറികളാണെന്ന് കണ്ടോ? കംപ്ലീറ്റ് ലോറികൾ, ഫുൾ ലോറികളിലും ഫുൾ ലോഡാണ് കല്ല്. നമസ്കാരം. നമ്മൾ മേഘാലയയിലെ ദൗക്കി റിവറിനടുത്താണുള്ളത്. നമ്മൾ വന്ന റൂട്ടാണ് കേട്ടോ കാണുന്നത്. ഇങ്ങനെ വന്ന് ഇവിടെ കയറി ഇതിൽ ഇങ്ങോട്ട് ഈ സൈഡിലോട്ട് റോഡിലോട്ട് മേലെ കയറി പോയി കഴിഞ്ഞാൽ അവിടെ ഇൻഡോ ബംഗ്ലാദേശ് ബോർഡറുണ്ട്. അവിടെ പോയിട്ട് നമുക്ക് ജസ്റ്റ് ഫോട്ടോ ഒക്കെ എടുക്കുക. തിരിച്ചതായി ഈ റൂട്ടിലൂടെ തന്നെ വന്നിട്ട് നേരെ അവിടെ ദൗക്കി റിവറുണ്ട്. ആ സൈഡ് കംപ്ലീറ്റ് ഇതാ കാണുന്ന സൈഡ് കംപ്ലീറ്റ് ബംഗ്ലാദേശ് സൈഡാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ബോർഡറിൽ പോകുന്നു. ശരി, കല്ല് എല്ലാ വണ്ടിയിലും കല്ല. മറ്റേ ചുണ്ണാമ്പല്ലാണോ? അല്ല, കരിങ്കല്ല. അങ്ങോട്ട് കരിങ്കല്ലില്ലേ? കരിങ്കല്ലിന്റെ അതെടുക്കുന്നേ മേളിൽ ഇരിക്കുന്നുണ്ടല്ലോ ആൾക്കാർ. അത് അനക്കട്ടെ അങ്ങനെ കംഫോർട്ട്. അങ്ങോട്ട് പോകുന്ന ആൾക്കാർ ലിസ്റ്റ് ബംഗ്ലാദേശ് ബോർഡർ കാണാമെന്നാണ് ഞങ്ങളുടെ ഉദ്ദേശം. അതിനുവേണ്ടി ഞങ്ങൾ വന്ന ഒരു റൂട്ടൊക്കെ കണ്ടല്ലോ. അത്രയും കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ബോർഡർ കിട്ടും. അപ്പോൾ അങ്ങോട്ട് വണ്ടിയിൽ പോകാൻ പറ്റില്ല. വണ്ടി ഞങ്ങളിവിടെ പാർക്ക് ചെയ്തു. ഇനി ഇവിടുന്ന് ഈ റൂട്ടിലേക്ക് നടക്കണം. കേരള ശബരിമല ഇല്ലേ? ഓക്കെ, താങ്ക് യു. നമ്മള് ഇങ്ങോട്ട് നോക്കുന്നേ, ഇത് നോക്ക്, ഇങ്ങോട്ട് നോക്കാം. ഞങ്ങളെന്നാലും ബോർഡറിനകത്തേക്ക് കടന്നു. വെൽക്കം ടു ബംഗ്ലാദേശ് എന്ന് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ആ ഒരു എൻട്രൻസിൽ നിന്ന് നമ്മളൊരു മലയാളി ജവാനെ കണ്ടു. അവർ നമ്മളെ കൂടെ ഒരാളെ വിട്ടിട്ടുണ്ട് ജസ്റ്റ് അവിടെ ഒന്ന് കാണിക്കാനായിട്ട്. പിന്നെ ഈ കാണുന്ന ബോർഡിന് അപ്പുറത്തേക്ക് ബംഗ്ലാദേശാണ്. നമുക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റില്ല. എന്തായാലും നമ്മളിവിടുന്ന് ജസ്റ്റ് ഫോട്ടോ ഒക്കെ എടുത്തു. ഇനി നമ്മൾ തിരിച്ചു പോവാണ്. താങ്ക് യു സാർ. ഇന്ത്യ ബംഗ്ലാദേശ് ഫ്രണ്ട്ഷിപ്പ് ഗേറ്റ്. നമ്മുടെ ഈ ബോർഡർ വരുന്നത് ദൗക്കി റിവറിൻ്റെ തൊട്ടടുത്തായിട്ടാട്ടോ. ഒരു 1/2 കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഉള്ളൂ.
ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് വെൽക്കം ടു ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ചെക്കിംഗ് ഉണ്ടാവും. അത് വേറെ ആൾക്കാർ റെഡി ആവുന്നുണ്ട്. അല്ലെന്ന് ഈ വണ്ടികളല്ല ഈ കല്ല് എന്തിനേ കൊണ്ടുപോകുന്നു? ഇത്രയും അല്ല അവിടെ ഒന്നും ഇല്ലല്ലേ ബംഗ്ലാദേശിലെ. ഓ ഇവിടുന്ന് അങ്ങോട്ട് എല്ലാ സാധനം ഇടുന്ന ഉപ്പിലൊന്നും. ഏകദേശം ഒരു അരമണിക്കൂറോളം അവരുമായിട്ട് ഞങ്ങൾ സംസാരിച്ചു. എന്തായാലും അവിടുത്തെ കുറേ കാര്യങ്ങൾ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു തന്നു. സോഷ്യൽ മീഡിയയിൽ ഇതൊന്നും സൗണ്ട് സഹിതം കൊടുക്കരുതെന്ന് അദ്ദേഹം പ്രത്യേകം പറഞ്ഞു. അതുകൊണ്ടാണ് വോയിസ് കട്ട് ചെയ്യുന്നത്. അദ്ദേഹം നന്നായിട്ട് മലയാളം സംസാരിക്കുന്നതുകൊണ്ട് ആദ്യം ഞങ്ങൾ വിചാരിച്ചത് മലയാളി എന്നാണ്. പക്ഷെ അദ്ദേഹം തമിഴ്നാട്ടിലെ നാഗർകോവിൽ സ്വദേശിയാണ്. ഇവിടുന്ന് ഈ ബോർഡർ വഴി ബംഗ്ലാദേശിലേക്ക് കടത്തി കൊണ്ടുപോകുന്ന ഓരോ വലിയ കല്ലിൻ്റെ ലോഡിനും 15,000 രൂപ മുതൽ 35,000 രൂപ വരെ വിലയുണ്ടെന്നാണ് പറയുന്നത്. അതിനുവേണ്ടിയുള്ള പ്രത്യേക ഏജന്റുമാരും അവരുടെ കമ്മീഷനും വണ്ടിയുടെ വാടകയും എല്ലാം ചേർത്ത് വലിയൊരു സംഖ്യയാകും. ഓരോ ഏജന്റുമാരും ഈ ഒരു ബിസിനസ്സിനായിട്ട് ലക്ഷങ്ങളാണ് ഇവിടുന്ന് ഓരോ ദിവസവും ഉണ്ടാക്കുന്നതാണ് ഞങ്ങൾക്ക് ഇവിടുന്ന് അറിയാനായിട്ട് സാധിച്ചത്. എന്തായാലും ബംഗ്ലാദേശിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് ഇവിടെ നിന്നും ഈ ഒരു കല്ല് കടത്തി കൊണ്ടുപോകാല്ലാതെ അവർക്ക് വേറെ നിവൃത്തിയില്ല. നമ്മുടെ നാട്ടിൽ സ്വർണം അതുപോലെയുള്ള മറ്റുള്ള സാധനങ്ങളൊക്കെ കള്ളക്കടത്ത് നടത്തുമ്പോൾ ഇവർ ഇത് വെറും കല്ല് ഒരു കള്ളക്കടത്ത് പോലെയുള്ളൊരു സംഭവമായിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത്രയും വലിയൊരു സംഖ്യ മുടക്കിയിട്ട് ഈ ഒരു കല്ല് ഇവിടുന്ന് കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെ മിക്ക സമയത്തും ഇവർ ഇത് ഇവിടുന്ന് കടത്തി കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും മിലിറ്ററി സ്ട്രോങ് എന്നാണ് പറയുന്നത്. ഞങ്ങൾ അവിടുന്ന് ആ ബോർഡറിൽ നിന്ന് തിരിച്ചു വന്നു കേട്ടോ. ഈ കാണുന്ന ലോറികൾ കംപ്ലീറ്റ് ഉണ്ടല്ലോ, അവിടെ ആ മിലിറ്ററി അവർ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്നത് കംപ്ലീറ്റ് കല്ലുകളാണ്. അവിടെ ബംഗ്ലാദേശിൽ അവർക്ക് വീട് വെക്കാനൊക്കെ ആയിട്ട് ഈ ഒരു ലോറിയിലുള്ള കല്ലിന് 35,000 രൂപ വില വരുമെന്ന് പറഞ്ഞു. അത്രയും ഡിമാൻഡുമാണ് പോലും ഇവിടുന്ന് കല്ലങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട്. കണ്ടോ എത്ര ലോറികളാണെന്ന് കണ്ടോ, കംപ്ലീറ്റ് ലോറികൾ, ഫുൾ ലോറികളിലും ഫുൾ ലോഡാണ് കല്ല്, വെറും കല്ല് മാത്രം, വേറെ ഒന്നുമില്ല.